Hi guys, Assalamualaikum. This is Viju Fahima here. Welcome back to my channel. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് കോക്കനട്ട് ഫലൂദന്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അധികം ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫലൂദ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് നിങ്ങളെ ഇഷ്ടം പോലെ ഏതുവാണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം പപ്പായ, ഒരു സപ്പോട്ട, ഒരു ചെറിയ പഴം, ഒരു മാങ്ങയുമാണ്. ഇതെല്ലാം വീട്ടിലുണ്ടായ ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പം ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇതെല്ലാം സെയിം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഫ്രൂട്ടിന് സ്വീറ്റ്നെസ് കുറവുണ്ടെങ്കിൽ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൽ സോക്ക് ചെയ്താൽ അതങ്ങ് ബാലൻസ് ആയിക്കോളും. അതുമാത്രമല്ല ഫലൂദയിൽ ബൈറ്റ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൽ സോക്ക് ചെയ്തെടുത്താൽ. ഇനി ഇത് 4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി ഫലൂദക്ക് വേണ്ട സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 1 കപ്പ് പാലിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 കപ്പ് സേമിയ ഇട്ടൊന്ന് കുക്കായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് തിളച്ച് വന്ന് ഇതുപോലെ കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ഗ്ലാസ് ബൗളിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാല്, 1 കപ്പ് പാല്, 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്, 2 ഡ്രോപ്പ് റോസ് സിറപ്പ് ഓപ്ഷണൽ ആണ്. ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് റൂഹബ്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇനി ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ 1/4 കപ്പ് പാലിൽ കുറച്ച് കസ്കസ് സോക്ക് ചെയ്തിട്ടുണ്ടായിന്, അതും മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഷുഗർ ലെവൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ആണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുക്ക് ചെയ്ത് സേമിയ ഇട്ടിട്ടാണ് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസും സേമിയെല്ലാം വേറെ തന്നെ തണുപ്പിച്ചെടുക്കാം. എനിക്ക് പക്ഷേ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇഷ്ടമായോണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതും 4 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ 4 മണിക്കൂർ ആയപ്പോൾ ഞാൻ ഒരു ഫലൂദ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ സൈഡിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രൂട്ട്സും മിൽക്ക് മിക്സ് എല്ലാം നന്നായി തണുപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ഈ ഫലൂദക്ക്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കോൺഫ്ലെക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫലൂദ ഓരോരാളെ ഇഷ്ടം പോലെ ലെയർ ചെയ്തെടുക്കാം. അതിന് മേലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റി ആയതുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.